ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, 2025 പരിശുദ്ധമായ റമദാനു ഷരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു സ്വലാത്ത്, അത്ഭുതകരമായ ഒരു സൂറത്ത്, അത്ഭുതകരമായ ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ സൂറത്തും സ്വലാത്തും ദിക്റും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുകയാണ്. കടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകുകയാണ്. മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റിത്തരികയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. ഏതാണ് അത്ഭുതകരമായ സൂറത്ത്, ദിക്ർ, സ്വലാത്ത് എന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഉസ്താദെ കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയോന്ന്, അതുപോലെ തന്നെ സുർമയിട്ടാൽ കൺമശി ഇട്ടാൽ നോമ്പ് മുറിയോന്ന് പല ആളുകളുടെയും സംശയമാണ്. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് സംശയത്തിനുള്ള മറുപടിയും ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, 2025 പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മജ്ലിസിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും ഞാൻ ചൊല്ലിയിരിക്കേണ്ട അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ ഒരു ദിക്റിനെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദെ കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയോ, അതുപോലെ തന്നെ സുർമയിട്ടാ നോമ്പ് മുറിയോ എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടിയും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച ദിവസവും സ്വലാത്ത് ചൊല്ലാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി കാണാം. അതിൽ മഹാന്മാര് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്തുണ്ട്. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീം അൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എല്ലാവരും പേനയും നോട്ട് പുസ്തകവും എടുത്ത് എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ശരിക്കും മനസ്സിലാക്കണുണ്ടോ? തെറ്റാൻ പാടില്ല. സ്വലാത്താണിത്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ്. ഇത് ഇന്നത്തെ രാത്രി നമ്മൾ ചൊല്ലണം. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലി അൽ ഖദരിൽ അലീമി അൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലിക്കാണീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും ധാരാളം നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. കാല അഹ്മദ് ദഹ്ലാനി റഹിമഹുല്ലാഹ്, വലിയ മഹാനാണ്. ആ മഹാൻ പറയുകയാണ്, മാത്രമല്ല വദക്കറ കസീറും മിനൽ ആരിഫീന, ഈ മഹാ മാത്രമല്ല, ഈ മഹാനല്ലാത്ത ഒരുപാട് ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നമൻ ഖറഅ ഹാദിഹി സ്വലാത്ത ഫീ ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത് ഒരാൾ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ മുത്തുനബിയുടെ റൂഹ് നമ്മളെ അടുത്തേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ഈ പറഞ്ഞ സ്വലാത്ത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ റൂഹ് നമ്മളെ അടുക്കലേക്ക് വരികയാണ്. തീർന്നിട്ടില്ല, നമ്മളെ ഖബർ
ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മളെ മയ്യത്തിനെ പിടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് അവിടെ ഉണ്ടാകുമത്രേ. അല്ലാ, എത്ര വലിയ അനുഗ്രഹമാണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് അവിടെ റസൂലുള്ളാഹിന്റെ റൂഹ്, അതുപോലെ തന്നെ നമ്മളെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോ നമ്മളെ ഖബറിൽ പിടിച്ചു വെക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് വരുമെന്ന് വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ ധാരാളം ഈ സ്വലാത്ത് ചെല്ലണം. അള്ളാഹു സ്വലാത്ത് ചെല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ, മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകട്ടെ, മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ സല്ല അലൈഹി യൗമൽ ജുമുഅത്തി വലൈലതിഹാ, വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും അഥവാ ഇന്നത്തെ രാത്രിയും ഒരാൾ എന്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഖലല്ലാഹു മിഅത ഹാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 100 ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച ദിവസവും റസൂലുള്ളാഹിന്റെ പേരിൽ 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുകയാണ്. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സബഈന മിൻ ഹവായിജിഹിൽ ആഖിറ, ആഖിറത്തിലെ 70 ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെയാണല്ലോ അവസാനമില്ലാത്ത ജീവിതം. അവിടെ നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സൗദുൽ കൗസർ കുടിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിന്റെ റസൂലിനെ കാണണം, സ്വർഗത്തിൽ ഉന്നത പദവി വേണം, അർശിന്റെ തണൽ വേണം, മുത്തുനബിയുടെ ശഫാഅത്ത് വേണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഹിസാബ് എളുപ്പമാകണം, നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മ തൂങ്ങണം. ഇങ്ങനെ ആഖിറത്തിൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ആഖിറത്തിലെ 70 ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമ്പോ ദുനിയാവിലെ 30 ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമത്രേ. വെള്ളിയാഴ്ച രാത്രി 100 സ്വലാത്ത്, വെള്ളിയാഴ്ച പകലിൽ 100 സ്വലാത്ത് അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. പ്രത്യേകിച്ച് നാം ഈ പരിചയപ്പെടുത്തിയ സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. ഒരുപാട് ഒട്ടനവധി മഹാന്മാര് ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? അത് സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മറ്റുള്ള സൂറത്തുകളൊക്കെ ഓതുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്, യാസീൻ സൂറത്ത് ഓതുന്നുണ്ട്, സൂറത്ത് ഹൂദ് ഓതുന്നുണ്ട് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാത്രിയൊക്കെ. എന്നാൽ സൂറത്തു ദുഖാൻ നമ്മൾ മറക്കാൻ പാടില്ല. സൂറത്തു ദുഖാൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. വെള്ളിയാഴ്ച രാത്രി ഒരാൾ സൂറത്തു ദുഖാൻ ഓതിക്കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹുവിനക്ക് കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കും. ഉണ്ടോ? സൂറത്തു ദുഖാൻ ഓതാൻ വലിയ സമയമൊന്നും വേണ്ട, അല്പസമയം കൊണ്ട് ഓതി തീർക്കാം. സ്വർഗ്ഗത്തിൽ അല്ലാഹു വീടുണ്ടാക്കി കൊടുക്കും. മാത്രമല്ല ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. നമ്മളൊക്കെ എത്രയെത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പാപങ്ങൾ അല്ലാഹു മാപ്പ് നൽകുകയാണ്. മാത്രമല്ല യസ്തഗ്ഫിറൂന സബഊന അൽഫ് മലക്കിൻ, 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. ഒരൊറ്റ സൂറത്ത് ദുഖാൻ വെള്ളിയാഴ്ച രാത്രി ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത് ഒഴിവാക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇരുന്ന് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത്? സൂറത്ത് ദുഖാൻ ഓതിക്കോ. നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി മനഃപൂർവ്വമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടും ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്തായാലും ഓതണം. കാരണം എന്താ? അല്ലാഹു മാപ്പ് നൽകുന്ന മാസമാണിത്, നരകമോചനം നടത്തുന്ന മാസമാണ്. അതുകൊണ്ട് ആരും സൂറത്തു ദുഖാൻ ഓതാൻ മറക്കരുത്. മാത്രമല്ല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മളെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയാണ്. ഇപ്പൊ ചെയ്യുന്നതും കഴിഞ്ഞുപോയതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്ന സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തു ദുഖാനാണ്. അല്ലാഹു സൂറത്തു ദുഖാൻ ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച പകലിൽ നാം 70 പ്രാവശ്യം പറയേണ്ട ഒരു ദിക്റുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറുന്നുള്ളതാണ്. കടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. ഒരു പർവ്വതമോളം കടമുണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടാനുള്ള സാമ്പത്തികമായ ശേഷി നമ്മൾക്ക് നൽകും. ഏതാണ് ആ ദിക്ർ? മൻകാല യൗമൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം പറഞ്ഞു, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫളിക അമ്മൻ സിവാക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫളിക അമ്മൻ സിവാക. ശരിക്കും എഴുതിയിട്ടോളി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫളിക അമ്മൻ സിവാക. എത്ര പ്രാവശ്യം പറയേണ്ടത്? 70 മറ, 70 പ്രാവശ്യം പറഞ്ഞാൽ മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വലിയ ധനാഢ്യനാക്കും, വലിയ മുതലാളിയാക്കും. അല്ലാഹു അവനെ വലിയ ഐശ്വര്യവാനാക്കും. ആരാത് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് വലിയ വലിയ ആരിഫീങ്ങൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. ഒരു ഹദീസിൽ കാണാം, ലൗകാന അലൈക മിസ്ലു ജബലിൻ, ഒരു പർവ്വതത്തോളം നമ്മൾക്ക് കടണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടാനുള്ള സഹായം നൽകും, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ നമ്മളെ കൊണ്ട് പല സമയത്തും നിരന്തരമായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന കടത്തിന്റെ കാര്യം പറഞ്ഞിട്ടാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അല്ലാഹുവെ കാക്കണേ, അത്തരം മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അങ്ങനെ പല ആളുകളും കടത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, ലക്ഷങ്ങൾ കടലുള്ള ആളുകളുണ്ട്. അല്ലാഹു സംരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച പകലിൽ ഈ പറഞ്ഞ ദിക്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്വലാത്തും ഈ അത്ഭുതകരമായ സൂറത്തും ഓതാൻ ആരും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പല ആളുകളുടെയും ഒരു സംശയമാണ്, നോമ്പിന് കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയോന്ന്. പല ആളുകൾക്കും കണ്ണ് വേദന ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർമാർ എഴുതിയിട്ടുണ്ടാവും കണ്ണിൽ മരുന്നൊറ്റിക്കാൻ. ഇങ്ങനെ പല ആളുകളും ഒറ്റിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്ന് പല ആളുകളുടെയും സംശയമാണ്. കുറെ ആളുകൾ പറയും നോമ്പ് മുറിയുന്നു. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തോടെ ഖിയാമത്ത് നാൾ വരെ ഞാൻ സംശയം ഉണ്ടാകാൻ പാടില്ല. കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല. കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല. നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, സുറുമ ഇട്ടാൽ നോമ്പ് മുറിയോ എന്ന്. സുറുമ ഇട്ടാൽ നോമ്പ് മുറിയുകയില്ല, പക്ഷേ അത് ഖിലാഫുൽ ഔലയാണ്, അത് നല്ലതിനെതിരാണ്. കാരണം മാലിക്കി മദ്ഹബിൽ കണ്ണിൽ സുറുമ ഇട്ടാൽ നോമ്പ് മുറിയും. ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ കൺമശിടുമ്പോൾ കണ്ണിലേക്ക് ഇങ്ങനെ പരക്കും, കണ്ണിലൊക്കെ അതിന്റെ അംശങ്ങളും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ അത് നല്ലതിനെതിരാണ്, നോമ്പ് മുറിയൊന്നുമില്ല. നമ്മളെ മദ്ഹബ് പ്രകാരം അത് നല്ലതിനെതിരാണ്. പക്ഷേ മാലിക്കി മദ്ഹബ് പ്രകാരം എന്താണ്, നോമ്പിൽ കണ്ണിൽ സുറുമയിട്ടാൽ അതുപോലെ തന്നെ കണ്ണിൽ നമ്മളുടെ കൺമശി പോലത്തതായി കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ കുറഞ്ഞ ഇബാദത്തുകളാണ്, അത് ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുന്ന പ്രശ്നമില്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവെ, നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഞങ്ങളെ മജ്ലിസ് ഉന്നതിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് നീ ഉയർത്തിത്തരണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് നീക്കുന്നുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അള്ളാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണേ അള്ളാഹ്. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ് മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. രാവിലെ 6 മണിക്ക് വിശാലമായ പ്രാർത്ഥനാ മജ്ലിസും അതുപോലെ തന്നെ ദിക്ർ മജ്ലിസും ഉണ്ടാകും. അതിലെല്ലാവരും പങ്കെടുക്കാൻ നമ്മളെ ചാനലുണ്ടാകും, അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.